കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു. ബേട്ടി കെ നാം പാഠമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബാദ്ഷാഹ് തൻ്റെ മകൾക്ക് അയക്കുന്ന കത്താണ് പാഠം. ചക്രവർത്തി രംഗൂനിൽ തടങ്കലിലും മകൾ ദില്ലി തടങ്കലിലും ആണ്. നമുക്ക് ബാക്കി നോക്കാം. ഏക് ദഫ കി ബാത് ഹൈ. ഏക് ദഫ നേരത്തെ വന്നതാണ്. ദഫ ബാർ. ഏക് ബാർ കി ബാത് ഹൈ, ഒരു പ്രാവശ്യത്തെ സംഭവമാണ്, ഒരു പ്രാവശ്യത്തെ കാര്യമാണ്. ഈദ് ഥി, ഈദ് ആയിരുന്നു. ഉസ് മൗക്കെ പർ ചന്ദ് മുസൽമാൻ മേരെ ലിയെ കുछ तोहफे लेकर आए थे. उस मौके पर, उस अवसर पर, मौका अवसर, ആ അവസരത്തിൽ, ഈദ് കെ അവസർ പർ ചന്ദ് മുസൽമാൻ, ചന്ദ് കുച്ച് കുറച്ച് മുസ്ലിം സഹോദരങ്ങൾ, മേരെ ലിയെ കുച്ച് തോഫെ ലേക്കർ ആയേ थे. തോഫ ഇനാം, സമ്മാനം. മുസ്ലിം സഹോദരങ്ങൾ എനിക്ക് കുറച്ച് സമ്മാനങ്ങളുമായിട്ട് വന്നു. मैंने उनसे कहा, भाई ये तोहफे मैं नहीं ले सकता. मैंने उनसे कहा, ഞാൻ അവരോട് പറഞ്ഞു, ഭായി ये तोहफे मैं नहीं ले सकता, ഞാൻ ഈ സമ്മാനം വാങ്ങിക്കത്തില്ല, അല്ലെങ്കിൽ എനിക്ക് വാങ്ങിക്കാൻ സാധ്യമല്ല. उन्होंने जब बहुत कहा तो कुछ तोहफे ले लिए. उन्होंने जब बहुत कहा था, അവർ വളരെയധികം നിർബന്ധിച്ചപ്പോൾ, ഒരുപാട് പ്രാവശ്യം പറഞ്ഞപ്പോൾ, കുച്ച് തോഫെ ലേലിയെ, ചില സമ്മാനങ്ങൾ, കുറച്ച് സമ്മാനങ്ങൾ ഞാൻ വാങ്ങിച്ചു. ഉസ്കെ എവഞ്ച് മേ മേനെ മാലിക കാ ഏക് ഹാർ ഉൻകോ ദേ ദിയ. ഉസ്കെ എവഞ്ച് മേ, എവഞ്ച് ബദലെ, പകരമായിട്ട്, ഉസ്കെ ബദലെ മേ, അതിന് പകരമായിട്ട്, ഞാൻ വാങ്ങിച്ച സമ്മാനത്തിന് പകരമായിട്ട്, മേനെ മലികാക്ക ഏക് ഹാർ ഉൻകോ ദേ ദിയ. മലികാക്ക, രാജ്ഞിയുടെ ഒരു ഹാർ, ഒരു മാല, ഒരു ഹാരം, മാല എന്തോ കൊടുത്തു? ഉൻകോ ദേ ദിയ, അവർക്ക് ഞാൻ കൊടുത്തു. ഞാൻ അവർക്ക് എന്ത് കൊടുത്തു? ഒരു രത്നം കൊണ്ടുള്ളൊരു ഹാരം അവർക്ക് പകരമായിട്ട് കൊടുത്തു. ദൂസരേ ദിൻ ഹുക്മ ആയ कि इन मुगलों के पास जवाहरात बहुत ज़्यादा है. दूसरे दिन हुक्മായ कि हुक्म, ആജ്ഞ ഉണ്ടാകുക, ഓർഡർ ഉണ്ടാകുക. എന്തുവാ ഓർഡർ വന്നത്? कि इन मुगलों के पास जवाहरात बहुत है. ഈ മുഗളന്മാരുടെ കൈവശം ജവാഹരാത്ത്, രത്നങ്ങൾ, ബഹുത്ത് ഹേ, ഒരുപാട് ഉണ്ട്. അപ്പം ഈ മുഗളന്മാരുടെ കയ്യിൽ ഒരുപാട് എന്തുണ്ട്? രത്നങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ധാരാളം രത്നങ്ങൾ ഉണ്ട്. इन कैदियों को दिया जाने वाला खर्चा इनकी ज़रूरत से ज़्यादा है. इन कैदियों को दिया जाने वाला खर्चा, ഈ തടവിൽ കിടക്കുന്നവർക്ക്, കൈദിയോം തടവിലുള്ളവർക്ക്, ദിയാ ജാനെ വാല ഖർച്ച, ഖർച്ച ചിലവ്. ഇപ്പം നമ്മൾ അവർ ചിലവിന് കൊടുക്കുന്നുണ്ട്, ആ ചിലവ് ഇൻകി സരൂരത് സേ സ്യാദ ഹൈ, ഇവരുടെ ആവശ്യത്തിനേക്കാളും അധികമാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നതായിട്ടുള്ള ചിലവ്. ഫിർ വഹി ഹുവ, പിന്നീട് അത് തന്നെ സംഭവിച്ചു. ജിസ്കാ ഡർ ഥ, എന്താണോ ഭയന്നിരുന്നത് അത് തന്നെ സംഭവിച്ചു, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. എന്താണ് സംഭവിച്ചത്? ഹമാരാ ഖർച്ച ആധാ കർ ദിയാ ഗയ. ഹമാരാ ഖർച്ച ആധാ കർ ദിയാ ഗയ. ഖർച്ച ചെലവ്, ഞങ്ങളുടെ ചെലവിനുള്ള പൈസ, അല്ലെങ്കിൽ ചെലവിന് അവർ തന്നുകൊണ്ടിരുന്നത്, ആധാ കർ ദിയാ ഗയ, അതവർ പകുതിയാക്കി. ആധാ പകുതി, പകുതിയാക്കി വെട്ടിക്കുറയ്ക്കുക തന്നെ ചെയ്തു. ക്യാ ഖബർ कि यह खत तुमको मिलेगा भी या नहीं. क्या खबर कि यह खत तुमको मिलेगा कि या नहीं. ഈ എഴുത്ത് നിനക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. सुनता हूँ वे आदमी भरोसे के काबिल है. सुनता है वे आदमी भरोसे के काबिल है. കാബിൽ യോഗ്യരായിട്ടുള്ള. കേട്ടിരിക്കുന്നത്
ഭരോസ വിശ്വസ്തരാണ്. ഇപ്പം ഞാൻ ഈ കത്ത് അയക്കുന്ന ആൾക്കാർ, അന്നത്തെ കാലത്ത് കത്ത് ഒരാളുടെ കൈവശം കൊടുത്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊടുത്തു വിടുകയാണ്, ആൾക്കാരാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കൊടുത്തുവിടുന്ന ആൾ അല്ലെങ്കിൽ വിശ്വാസമുള്ള ആണ് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സുൻതാഹും വേ ആത്മീ ഭരോസയ്ക്ക് കാബിൽ. അപ്പോൾ ഞാൻ ഈ എഴുത്ത് കൊടുത്തു വിടുന്ന ആള് വിശ്വസ്തനാണ് എന്നാണ് കേട്ടിരിക്കുന്നത്. ജിൻകെ ഹാത്ത് യ ഖത്ത് ഭേജാ ജായേഗ. ജിൻകെ ഹാത്ത്, ആരുടെ കൈവശമാണോ ഈ കത്ത് ഭേജാ ജായേഗ അയക്കുന്നത് അല്ലെങ്കിൽ കൊടുത്തു വിടുന്നത്, ആ ആള് വിശ്വസ്തനാണ് എന്നാണ് ഞാൻ കേൾക്കുന്നത്. ലേക്കിൻ കിത്നെ ഹി ശഖ്സ് मैंने ऐसे देखे हैं जो आखिर में दगाबाज और दूसरों के भेजे जासूस साबित हुए. लेकिन कितने ही शख्स വ്യക്തി, എത്രയോ വ്യക്തികളെ, മേനെ ഐസെ ദേഖെ, ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെയുള്ള വ്യക്തികളെ കണ്ടിട്ടുണ്ട്. എങ്ങനെയുള്ളതാ? ജോ ആഖിർമേ ദഗാബാജ്, അവസാനം ദഗാബാജ്, ചതിയൻ, ചതിവ് കാണിക്കുന്നവർ, ദഗാബാജ് ചതിയൻ. ഔർ ദൂസറോം കെ ഭേജെ ജാനേ വാലെ ജാസൂസ്, ജാസൂസ് എന്ന് പറഞ്ഞാൽ ചാരൻ, മറ്റുള്ളവർ അയക്കുന്നതായിട്ടുള്ള ചാരന്മാരായിട്ട് സാബിത്ത് ഹുവേ, സാബിത്ത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലെറ്ററും കൊണ്ട് പോകുന്ന ആളെ വിശ്വസ്തനാണ് എന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നമ്മൾ എടുത്തു കൊടുത്തു വിടുമ്പോൾ അതിൽ പലരും എന്ത് സംഭവിച്ചിട്ടുണ്ട്? ചതിയന്മാരായിട്ടും മറ്റാരെങ്കിലും അയച്ചതായിട്ടുള്ള ചാരന്മാരായിട്ടും തീർന്നിട്ടുണ്ട്. ലേക്കിൻ ഇസ് ഖത്ത് മേ मैंने ऐसा लिखा ही क्या है जिसकी मुझे फिक्र हो. ലേക്കിൻ ഇസ് ഖത്ത് മേ मैंने ऐसा लिखा ही क्या है. ഇത് പറയുകയാണ്, ഈ കത്തിൽ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ എഴുതിയിട്ടില്ലല്ലോ. ഈ കത്തിൽ അരുതാത്തതായിട്ടുള്ളതൊന്നും ഞാൻ എഴുതിയിട്ടില്ലല്ലോ. ജിസ്കി മുझे ഫിക്ര ഹോ, എനിക്ക് സംശയം വരത്തക്ക രീതിയിൽ, ഫിക്ര ചിന്ത, എനിക്ക് ചിന്ത വരത്തക്ക രീതിയിലായിട്ടൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഈ കത്തിൽ എഴുതിയിട്ടേ ഇല്ല. ഏക് ബാപ് നെ ഏക് ബേട്ടി കോ ഖത്ത് ലിഖ്വായ ഹൈ. ഏക് ബാപ്പിനെ ഏക് ബേട്ടി കോ ഖത്ത് ലിഖ്വായ ഹൈ. ഒരച്ഛൻ തൻ്റെ മകൾക്കൊരു എഴുത്ത് എഴുതിപ്പിച്ചു. ലിഖ്വാന, എഴുതിപ്പിക്കുക, വേറൊരാളെ കൊണ്ട് എഴുതിപ്പിച്ചു. മകനെ കൊണ്ടായിരിക്കാം എഴുതിപ്പിച്ചു, അല്ലെങ്കിൽ മകനാണ് ആ എഴുതിയത്. അതുകൊണ്ടാണ് പറയുന്നത് ഏക് ഖത്ത് ലിഖ്വായ ഹൈ, എഴുതിപ്പിച്ചത്. നാ ഇസ്മേ अपने मुल्क की कोई बात है ना गैर मुल्क की. ना इसमें अपने मुल्क की कोई बात, मुल्क देश, गैर मुल्क विदेश. ना इसमें अपने मुल्क സ്വദേശത്തെ പറ്റിയോ നാ ഗൈർ മുൽക്ക് വിദേശത്തെ പറ്റിയോ ഒന്നും തന്നെ ഞാൻ ഈ കത്തിൽ എഴുതിയിട്ടില്ല. അപ്പോൾ സ്വന്തം രാജ്യത്തെ പറ്റിയോ അല്ലെങ്കിൽ വിദേശത്തെക്കുറിച്ചോ ഒന്നും തന്നെ ഞാൻ ഈ കത്തിൽ എഴുതിയിട്ടേ ഇല്ല. हमारी कब्र परदेश में बनेगी तय है. हमारी कब्र परदेश में बनेगी. എൻ്റെ കബറിടം പരദേശത്ത് തന്നെ ആയിരിക്കും. लेकिन अभी तो हम लकड़ी की भीगी हुई कब्र में जिंदा ही दफन है. लेकिन अभी तो हम लकड़ी की भीगी हुई कब्र में, പറയുകയാണ് ഞാനിപ്പോൾ മരം കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള കബറിടത്തിൽ, സിന്ദ ജീവനോടെ, ദഫൻ ഹെ എന്നെ ദഹിപ്പിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഈ തടവിൽ കിടക്കുന്ന അവസ്ഥ ഏതവസ്ഥയാണ്? ജീവനോടെ ദഹിപ്പിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. ഞാൻ ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ തടി കൊണ്ടുള്ള നനഞ്ഞ കബറിടത്തിൽ ജീവനോടെ എന്നെ ദഹിപ്പിച്ചിരിക്കുന്നു. ജബ് മർ ജായേങ്കെ തബ് ഭി കബ്ർ മേ ഹി ഹോങ്കെ. ജബ് മർ ജായേങ്കെ, ഞാൻ മരിച്ചാലും കബറിടത്തിൽ തന്നെ ആയിരിക്കും. ബസ് ബേട്ടി ഖുദാ ഹാഫിസ്. ബസ് മതി അല്ലേ, തീർന്നു. ബേട്ടി മകളെ, ഖുദാ ഹാഫിസ്, ദൈവം അനുഗ്രഹിക്കട്ടെ. തുമ്ഹാരെ കൈദി ബാപ്പിനെ ലിഖ്വായ. തുമ്ഹാരെ, നിന്റെ കൈദി ബാപ്പ്, തടവിലായ അച്ഛൻ എഴുതിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മീനിങ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അച്ഛൻ മകൾക്ക് അയക്കുന്നതായിട്ടുള്ള കത്താണ്. അച്ഛൻ രംഗൂനിൽ തടവിലും അതുപോലെ തന്നെ മകൾ ദില്ലിയിലുമാണ്.
അച്ഛന് അവരെ പറ്റിയുള്ള സ്നേഹത്തെക്കുറിച്ചൊക്കെയാണ് എഴുതുന്നത്. ഇവിടെ നടന്നതായിട്ടുള്ള ഒരു സംഭവമാണ് എഴുതിയിരിക്കുന്നത്. കുറച്ച് മുസ്ലിം സഹോദരങ്ങൾ ഇവിടെ വന്നിരുന്നുവെന്നും അപ്പോൾ ഞങ്ങളുടെ ചിലവൊക്കെ ഇങ്ങനെ ബ്രിട്ടീഷുകാരല്ലെങ്കിൽ അവർ വിചാരിച്ചു ഒരുപാട് രത്നങ്ങളുണ്ട്, അതുകൊണ്ട് അവർ പകുതിയാക്കി, അവരുടെ ചിലവെല്ലാം പകുതിയാക്കിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനിയും അതുപോലെ പേജ് നമ്പർ 19 ഏക് നസർ, ആ മീനിങ് കൂടെ പറഞ്ഞു തരാം, ഒന്ന് നോക്കിക്കോ. ഏക് നസർ. यह अंतिम मुगल सम्राट बहादुर शाह जफर द्वारा अपनी बेटी को लिखा गया जवाबी पत्र है. यह अंतिम मुगल सम्राट बहादुर शाह जफर द्वारा, അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹാദുർ ഷാ ജഫർ ദ്വാര അപ്നി ബേട്ടി കോ ലിഖാ ഗയ, മകൾക്കയച്ച ഒരു മറുപടി കത്താണ്. इसमें बेटी और परिवार के प्रति सम्राट का प्यार, दिल्ली के अपने देशवासियों के प्रति प्रेम और सहानुभूति तथा एक सम्राट के बुरे हाल का जिक्र हुआ है. इसमें ഈ പാഠത്തിൽ बेटी और परिवार അല്ലെങ്കിൽ ഈ കത്തിൽ बेटी और परिवार के प्रति सम्राट का प्यार, മകളോടും കുടുംബത്തോടുമുള്ള ചക്രവർത്തിയുടെ സ്നേഹം, ദില്ലി കെ അപ്നെ ദേശവാസിയോ കെ പ്രതി പ്രേം, ഡൽഹിയിലെ തൻ്റെ ദേശവാസികളോട് പ്രജകളോടുള്ള സ്നേഹം, और സഹാനുഭൂതി തഥാ ഏക് സമ്രാട്ട് കെ ബുരെ ഹാൽ കാ ജിക്ര ഹുവാ ഹൈ, ഒരു ചക്രവർത്തിയുടെ മോശമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചാണ് ജിക്ര വർണ്ണിച്ചിരിക്കുന്നത്. कैद खाने में रहते हुए भी उनके पत्र में साहस और देश प्रेम का स्वर मुखरित हुआ है. कैद खाने में रहते हुए भी, തടങ്കലിൽ ആയിട്ട് പോലും, ഉൻകെ പത്രമേം അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ സാഹസ് ഔർ ദേശ് പ്രേം കാ സ്വർ, ധൈര്യത്തിൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും സ്വരമാണ് മുഴങ്ങിക്കേൾക്കുന്നത്. യ ഖത്ത് 18 മൈ 1860 को लिखा गया था. ഈ എഴുത്ത് 18 മെയ് 1860 എഴുതിയത്. इसके 2.5 साल बाद 17 दिसंबर 1862 को कैद खाने में ही उन्होंने अंतिम सांस ली थी. इसके 2.5 साल बाद, ഇതിൻ്റെ 2.5 വർഷങ്ങൾക്ക് ശേഷം 17 ഡിസംബർ 1862 കൈദ് ഖാനെ മേ ഹി, തടങ്കലിലായിരുന്നപ്പോൾ തന്നെ, ഉൻഹോംനെ അന്തിം ശ്വാസ് ലീ ഥി, അന്തിം ശ്വാസം എടുക്കുക, അദ്ദേഹം അവിടെ തന്നെയാണ് മരിച്ചത്. രംഗൂൻ മേം വേ ദഫനായെ ഗയെ, രംഗൂനിൽ അദ്ദേഹത്തെ ദഹിപ്പിക്കുകയും ചെയ്തു. പാഠം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പാഠം എല്ലാവരും ഒന്ന് വായിക്കുക.